ഇയാൾ മരിക്കണ അന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ച് വൈഫിന് കൊണ്ടുവന്ന് ചായ വയ്ക്കാൻ. പെട്ടെന്നാണ് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചത്. വൈഫ് ആ പാല് 3-4 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ആള് ടച്ച് ചെയ്തതാണത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെന്താണ്, ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, ഏത് സ്റ്റേജിലാണ് നമ്മൾ നോ പറയേണ്ടത്, അസേർട്ടീവ് ആവേണ്ടത്, ഈ ട്രെയിനിങ്ങൾ നമുക്ക് കിട്ടണം. ലോ മൂഡ് ഒരിക്കലും ഡിപ്രഷൻ അല്ല, പക്ഷെ സാഡ്നെസ്സിൽ പോകുമ്പോൾ നമുക്ക് ഹോപ്പ് ഉണ്ടായിരിക്കും, നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് വിഷമാണെങ്കിലും നാളെ അത് മാറും. പക്ഷെ ഡിപ്രഷനിൽ പോകുമ്പോൾ ആ പ്രതീക്ഷ ഭയങ്കര കുറവായിരിക്കും, അവർക്ക് ഹോപ്പ് ഉണ്ടായിരിക്കില്ല. ആങ്സൈറ്റി ഈസ് ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി വേണം, ടെൻഷൻ വേണം. കുറച്ച് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കില്ലല്ലോ. അതല്ലെങ്കിൽ ഒരു കാര്യം തീർക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ജനറലി നമ്മുടെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. അതൊന്നും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ല. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണ സെലിബ്രിറ്റി ആരാന്നറിയോ? മോഹൻലാലാണ്. വിഷ്വൽ ബോർഡ് എന്ന് പറഞ്ഞാൽ 100% അത് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യും. ആലിയ ഭട്ടിനെ വൈഫായിട്ട് കിട്ടണം. വിഷൻ ബോർഡിൽ വന്നിട്ടുള്ള വിഷനാണ്. അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇറ്റ്സ് ലൈക്ക് എ കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീഡ് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് അട്രാക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും തുടങ്ങും. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള, തകർത്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രേക്കപ്പ്. ഹായ്, ഞാൻ ചാന്ദിനി. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. നമ്മുടെ കൂടെ സംസാരിക്കാനുള്ളത് ബ്രിട്ടീഷ് കൗൺസിൽ UK വർക്ക് ചെയ്യുന്ന ഒരേ ഒരു മലയാളി കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അതുമാത്രമല്ല നമ്മളുടെ നാട്ടിൽ പ്രത്യാശ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെന്ററിന്റെ ഫൗണ്ടർ കൂടിയാണ്. സോ ഡോക്ടർ ജസ്ത, വെൽക്കം ടു S27. UK പോകുന്ന തിരക്കുകളുടെ ഇടയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. ട്രാവലിന്റെ ഇടയിലാണ്. നാളെ പോവാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, യോഗയ്ക്ക് പോകുന്നുണ്ട്, പല കാര്യങ്ങളിൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര ബോധേഡാ. പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികൾ എത്രത്തോളം അവെയറാണ്? ഞാൻ പറയുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആണ് ഇപ്പോൾ. കാരണം ഞാൻ 2007-8 കാലഘട്ടത്തിലാണ് പ്രത്യാശ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ദോഷവശങ്ങൾ എല്ലാവരും പറയുമെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഒരുപാട് അവെയർനെസ് ഉണ്ട്. പണ്ടൊക്കെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡെലൂലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഡെലൂഷനാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. അത് കുറേയൊക്കെ മീഡിയാസ് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവെയർനെസ് കൊടുക്കാൻ. ഇപ്പോൾ ഈ 2007 ഞാൻ പ്രത്യാശ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോൾ അന്ന് തൊട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവെയർനെസ് ക്യാമ്പയിനുകളാണ്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ കമ്മ്യൂണിറ്റി സർവീസുകളിൽ, ഈവൻ റെസിഡൻഷ്യൽ അസോസിയേഷനിലൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കും നമ്മളിങ്ങനെ അസുഖങ്ങൾ എന്തൊക്കെയാണ്, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പാരൻസിനൊക്കെ ക്ലാസ് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു മലയാളികളാണെങ്കിലും ലോകമെമ്പാടും ഒരു അവെയർനെസ്സിന് നമുക്ക് ഈസിയാണ്, കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വന്നിട്ടുണ്ട് അവെയർനെസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പൊ ഈ വേർഡുകളൊക്കെ അവർക്ക് ഫെമിലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് പല കുട്ടികൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. സൈക്കോളജിക്കലിയും കൂടി ഇങ്ങനെ ഒരു പ്രശ്നം വരാം. അത് വെച്ച് നമ്മൾ 100% ഒന്നും ആയിട്ടില്ല. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. വെൻ കമ്പയറിങ് ടു UK, നമുക്ക് അവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അല്ലെങ്കിൽ മെൻ്റലി പ്രശ്നമുള്ള ഒരാൾ എന്ന് പറയുന്നത് അവിടെ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയോ അതല്ലെങ്കിൽ പ്രോബ്ലം ഉള്ള കുട്ടിയോ നമ്മൾ അടച്ചു പൂട്ടിയിടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മുൻപ്. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വേരിയേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ഡെവലപ്മെന്റ് വ്യത്യാസം കാണുന്നുണ്ട്. നമ്മളെപ്പോഴാണ് ശരിക്കും ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത്? ഏത് പോയിന്റിലാണ് അത് റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾ? അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ അങ്ങനെ ഒരാൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് നമ്മൾ എപ്പോഴാണ് റിയലൈസ് ചെയ്യേണ്ടത്? ആക്ച്വലി ആങ്സൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ആങ്സൈറ്റി ഈസ് ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി വേണം, ടെൻഷൻ വേണം. കുറച്ച് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കില്ലല്ലോ. അതല്ലെങ്കിൽ ഒരു കാര്യം തീർക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ജനറലി നമ്മുടെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. അതൊന്നും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ല. പക്ഷേ ഈ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി തടസ്സപ്പെടുന്നു.
ഇപ്പോൾ ചാന്ദിനി ഇപ്പോൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ പെട്ടെന്ന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവണു, ഫുഡ് പാറ്റേൺ തെറ്റുന്നു, ഒന്നിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇത് ഒരു ദിവസമൊക്കെ നമുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം മാക്സിമം. അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മളൊന്ന് അവെയർ ആവണം, എന്താണ് എനിക്ക് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങളെ തടസ്സം ചെയ്യുന്നുണ്ടോ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. അതാണ് ആ ഒരു പോയിന്റ്. നമ്മൾ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് തടസ്സം വരണം. നമുക്ക് ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്നും നേടണമെന്നോ ജോലിക്ക് പോകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാതെ എല്ലാവരിൽ നിന്നും വിഡ്രോ ചെയ്ത് മാറിപ്പോവുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒരു മെന്റൽ പ്രൊഫഷണൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു റുട്ടീനെ ബാധിക്കുന്നുണ്ടോ, അതാണല്ലോ ഇമ്പോർട്ടന്റ്. നമ്മളിത് അതിലും വേറൊരു കാര്യം കൂടി ഉണ്ട്, ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ഉണ്ട്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ ഉള്ളിൽ വെച്ചിട്ട് അവരെല്ലാ വർക്കും ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കും, ഫാമിലിനെ ഹാപ്പി ആക്കും. അപ്പോൾ അതും ഒരു ദോഷമുള്ള അവസ്ഥ തന്നെയാണ്. കാരണം അവർക്ക് ഇത് ഉണ്ടെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്കറിയാം, പക്ഷെ പുറമെയുള്ളവർക്ക് തീരെ അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്കൊരു ഇൻസൈറ്റ് വേണം, ഞാനിത് ഓവർ സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിന് വേണ്ട അല്ലെങ്കിൽ ഹെൽത്ത് കൊടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് മെന്റലി ഞാനത് കൊടുക്കുന്നില്ല എന്നുള്ളത് അവർ അവെയർ ആവണം. നോർമൽ കേസുകളിൽ ഇതാണ് നമ്മൾ വിഡ്രോ ചെയ്യുക, എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ ഉയർച്ചേനെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് തേടാം. ഇപ്പൊ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാവുന്ന വല്ല എക്സസൈസസ് ഉണ്ടോ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ? നിർബന്ധമായിട്ടും ചെയ്യണം ഡേ ടു ഡേ ലൈഫിൽ, കുറച്ചൊന്നുമല്ല. കാരണം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഒരു കിറ്റ് നമ്മൾ ഡെയിലി ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണു എന്ന് പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ചാന്ദനി ഇപ്പോൾ ഒരു പേഴ്സണലി ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. പലതരം ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ഇപ്പോൾ സ്ക്വയർ ബ്രീത്തിങ്, അതുപോലെ തന്നെ നമ്മൾ ഫിംഗർ വെച്ചിട്ടുള്ള ബ്രീത്തിങ് ഉണ്ട്, ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഉണ്ട്, അതുപോലെ ഹോൾഡ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ ഡെയിലി ഒരു ജേർണലിങ്, അതായത് എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് കൊണ്ടുവരിക. ഇപ്പോൾ പ്രസൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ഈ 3 ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു പാസ്റ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാന്ദിനിക്ക് ഏറ്റവും പാസ്റ്റിൽ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, താങ്ക് യു എന്ന് പറയേണ്ട ഒരു കാര്യം എന്താ? ലൈക്ക് നമുക്കിപ്പം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഗ്രാൻഡ് പാരൻസ് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു, അവർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ടൈംലി, മണിക്ക് ഒരു ടൈമിലാണ് വാല്യൂ ഉള്ളത്, അത് കഴിഞ്ഞ് കിട്ടിയാൽ വാല്യൂ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ടൈംലി കിട്ടിയിരുന്നത് നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് താങ്ക് യു. അപ്പം നമ്മളത് എല്ലാ ദിവസവും നമുക്കത് പറയാൻ പറ്റും. ഒരു ദിവസം ഞാൻ കൊടുക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ദിവസം 100 ഗ്രാറ്റിറ്റ്യൂഡ് എങ്കിലും ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഡെയിലി ലൈഫിൽ ചിലർക്ക് അത് പറ്റാതെ വരും. പക്ഷേ ഇപ്പോൾ പാസ്റ്റ് കുറച്ച് നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ പാസ്റ്റിൽ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടിയത് നമ്മളിങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരുപാട്, ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നില്ലേ, അപ്പോൾ അതിങ്ങനെ വരും. അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് പറയാം, ഓക്കെ താങ്ക് യു, എനിക്ക് 1ാം ക്ലാസ്സിൽ അത് കിട്ടിയതിന് താങ്ക് യു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയതിന് താങ്ക് യു. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി അവരുടെ മുഖോർമ്മ വരും, ടീച്ചേഴ്സിൻ്റെ വരും. ഇനി പ്രസന്റ്ലി അറ്റ് ദ മൊമെന്റ് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന താങ്ക്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞ ഫിലിം സ്റ്റാറുകളെ കുറെ കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ അത് നമ്മൾ താങ്ക് യു തന്നെ പറയാം. ഇനി ഫ്യൂച്ചർ നമ്മുടെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന കാര്യത്തിനും താങ്ക്സ് പറയാം. ആഗ്രഹങ്ങളായിരിക്കും നമുക്ക് എന്തായിരിക്കും ചിലപ്പോൾ ഫ്യൂച്ചറിൽ, ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറണം, അപ്പൊ അതിന് താങ്ക് യു തന്നെ പറയാം. അത് കിട്ടി, എനിക്ക് അതിന് കിട്ടിയതിന് താങ്ക് യു, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നതിന് നന്ദി, അങ്ങനെ 2 തരത്തിൽ നമുക്ക് പറയാം. പക്ഷെ ഈ താങ്ക്സ് 3 വേർഷൻ, പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ് എഴുതാം പറയാം. ഇനി എഴുതാനൊന്നും എല്ലാവർക്കും സമയമൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മോർണിംഗിൽ പറയാം. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണ സെലിബ്രിറ്റി ആരാന്നറിയോ? മോഹൻലാലാണ്. ഏറ്റവും കൂടുതൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന, എഴുതും, എപ്പോഴും പറയും, അല്ലെങ്കിൽ അദ്ദേഹം അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അത് അത്രയധികം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാലോ. ഏറ്റവും സിമ്പിൾ അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം താങ്ക് യു പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് എനർജിയല്ലേ നമുക്ക് വരുന്നത്. നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം കിട്ടി, നമുക്ക് ഇതൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഇമോഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഇമോഷൻസും നമുക്കതിൻ്റെ ഫീലല്ല. നമുക്ക് ഇപ്പോൾ ഒരു പണ്ടൊക്കെ പറയാനായിട്ടില്ലേ, ഇപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോൾ അമ്മമാർ പേടിക്കാൻ പാടില്ല,
പേടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ പേടി വരും. ആക്ച്വലി കുട്ടിക്ക് പാമ്പിനെ കാണണമെന്നില്ല, പക്ഷേ അല്ലെങ്കിൽ അമ്മ പേടിച്ചു എന്നുള്ള ആ ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് ആണ് കുട്ടിക്ക് എഫക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരു ആങ്സൈറ്റി ആയിട്ട് ബ്രെയിൻ ലെവലിൽ കയറുന്നതും കുട്ടി ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഉണ്ടാവാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഫീലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടിയതിനൊക്കെ താങ്ക് യു ആണ്, അപ്പോൾ വരാൻ പോകുന്നതും ഞാൻ ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്നത്. ഹോർമോൺസ് ചേഞ്ചസ് ആണ് വരുന്നത്. നമ്മൾ ഒരിക്കലും എന്നെ നെഗറ്റീവില് പറയുന്നില്ല. ഇനി ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോഴും ആക്ച്വലി അയാൾക്കല്ലല്ലോ പ്രശ്നം, നമുക്കല്ലേ. കാരണം ഈ പറയുന്നതും കേൾക്കുന്നതും അതിൻ്റെ ഇമോഷൻ വരുന്നത്, ദേഷ്യം വരുന്നത് നമുക്കാ, നമ്മളിലല്ലേ ചേഞ്ച് വരുന്നത് ഫിസിക്കലി. ദേഷ്യത്തിൻ്റെ ഹോർമോൺ നമ്മളിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളത് കൂളായിട്ട് എടുക്കുകയാണെങ്കിൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം അയാൾക്ക് ചെവി കേൾക്കാത്ത ഒരാളാന്ന് വിചാരിക്കും, അയാൾ നെവർ അത് ബോധേഡല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ നോക്കുമ്പോൾ ഡെയിലി ഉള്ള ഇങ്ങനെ എക്സസൈസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഇപ്പോൾ DBT പോലത്തെ തെറാപ്പിയിലൊക്കെ വലിയ ഒരു മൈൻഡ്ഫുൾനെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പക്ഷെ ഞാൻ പറയാം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു മുന്തിരി എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് വായിലിട്ടിട്ട് കുറച്ച് നേരം കണ്ണടച്ചത് ച്യൂ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഡോക്ടറെ കാണാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ പറ്റില്ല. ആവശ്യമുള്ള സീവിയർ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ തെറാപ്പി ആവശ്യമുള്ളവർക്കൊക്കെ പോവാം. ഗ്രോത്തിന് വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാം. പക്ഷേ എല്ലാ ഹ്യൂമൻ ബീയിങ്ങും മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കിറ്റ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കിറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്പിളോ അല്ലെങ്കിൽ മുന്തിരിയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വായിലിട്ടിട്ട് കണ്ണടച്ചിരുന്ന് അത് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്ത് അത് ഫീൽ ചെയ്ത് അത് ഇറക്കുക. അപ്പൊ അത്രയും സമയം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിലായിരിക്കും. അപ്പൊ ഫുൾ ബോഡി മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആവും. അപ്പൊ ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും ചെയ്യാം. ഇപ്പം നമ്മളൊരു കോഫി കുടിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം മറൈൻ ഡ്രൈവിൽ ഇരുന്ന് നമ്മൾ അത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. റീഡ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിന്റെ ഓരോ ഭാഗത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതെ. പക്ഷെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യത കൂടുതലല്ലേ. അപ്പോൾ അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസ് കൂടെ ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ ഡെയിലി ശരിക്കും നമ്മൾ ചെയ്യണം. ഡെയിലി നമ്മൾ ചെയ്യണം, പ്രത്യേകിച്ച് ഏത് പ്രൊഫഷൻ ആണെങ്കിലും. നമ്മളുടെ മെന്റലി നമ്മൾ അത്രയും സ്ട്രോങ് ആകുമ്പോഴാണ് നമുക്ക് ഫോക്കസ് കൂടുന്നതും ക്ലാരിറ്റി വരുന്നത്. ഐഡിയാസ് കുറേ വരും. അത് ക്ലാരിറ്റി വന്ന് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും ആ പവർ കൂടുന്നത് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സൈക്കോളജിസ്റ്റും കൂടിയാട്ടോ. കാരണം അവർക്കാണ് എപ്പോഴും ഹീൽ ചെയ്ത് കുറേ പേര് മെന്റലി അവർ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. ഇപ്പൊ മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പം 2026 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് തന്നെ വന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ വരെ ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ലൈക്ക് അതെങ്ങനെയാ വർക്ക് ചെയ്യും? ഓക്കെ, ഇതിപ്പോ 2026 സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തു. ഞാനൊക്കെ വളരെ വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് ട്രെയിനിങ്ങുകൾ ബിസിനസ്സുകാർക്കാണെങ്കിലും സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വിഷൻ ബോർഡ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരുന്നത്, ഇപ്പൊ ട്രെൻഡായിട്ട് ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വിഷൻ ബോർഡൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട്. പക്ഷെ സ്റ്റിൽ അത് എനിക്ക് പെളിമാണിയുടെ ഒക്കെ കുറെ കണ്ടിരുന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാണുന്നു, നമ്മുടെ ബ്രെയിൻ അത് എന്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, അതിലേക്കുള്ള ടെൻഡൻസി കാര്യങ്ങൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് ഒരാള് അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ അടുത്തൊരു ഷിപ്പ് ഉണ്ട്. ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഷോക്ക് കേസിൽ വെക്കുന്ന പോലെ. കുറേ നാൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ആള് പഠിച്ചൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ആള് ഷിപ്പിന്റെ ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയത്. പക്ഷെ എവറി സിംഗിൾ ഡേ ആള് കാണുന്നത് ഇതാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ വിഷ്വൽ ബോർഡ് എന്ന് പറഞ്ഞാൽ 100% അത് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യും. അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരു വിഷൻ വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാന്ദിനിക്ക് എവറസ്റ്റ് കീഴടക്കണം, ഒരു വിഷൻ വെച്ചു. ശരിക്കും ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പോൾ അത് നടക്കൂ? ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അതിലേക്ക് നമ്മുടെ തോട്ട്, നമ്മുടെ പവർ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷനിലേക്ക് ഡിറ്റാച്ച് ചെയ്യും വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ പറയില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇൻസ്റ്റയിൽ. ആലിയ ഭട്ടിനെ വൈഫായിട്ട് കിട്ടണം. വിഷൻ ബോർഡിൽ വന്നിട്ടുള്ള വിഷനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വിഷൻ ബോർഡ് വെച്ചെല്ലാം കിട്ടുന്നല്ലേ പറയണേ. അപ്പോൾ ആലിയ ഭട്ടിനെ വൈഫായിട്ട് കിട്ടാൻ വിഷൻ ബോർഡ് വെച്ചാൽ മതിയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല ആൾക്ക്? അതെങ്ങനെ കിട്ടുക?
അതെന്താ കിട്ടാത്ത? വിഷൻ ബോർഡ് വെച്ച കിട്ടുന്നല്ലേ ഞാൻ പറഞ്ഞേ. അല്ല, വിഷൻ ബോർഡിൽ വെച്ച വിഷൻസ് ഒക്കെ നടക്കുന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പൊ ആലിയ ഭട്ടിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല? പ്രാക്ടിക്കലി അല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആൾക്കറിയില്ല. അവരെങ്ങനെയാ ആള് വൈഫായി കിട്ടിയ കഴിഞ്ഞാല് ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ആളും കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരില്ലേ? അപ്പൊ അവര് വരുമ്പോ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളില്ലേ, ഇതൊന്നും നമ്മുടെ മൈൻഡിലില്ല. ജസ്റ്റ് ഒരു കാര്യം അങ്ങനെ വെച്ചാൽ കിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമുക്കിപ്പോൾ പൈസ കുറേ വേണമെന്ന് വെച്ചിട്ട് വിഷൻ ബോർഡ് ഇപ്പം എല്ലാവരും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ പൈസ കിട്ടും നമുക്ക് എല്ലാ കാര്യം. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ വെച്ച വിഷൻ ബോർഡിൽ വെച്ച ഒരുവിധ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. 30 ഡേയ്സിനുള്ളിൽ നടക്കുന്നുണ്ട്, 3 ഡേയ്സിനുള്ളിൽ നടക്കുന്നുണ്ട്, 2 ഡേയ്സിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇനി ചാന്ദിനിക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അരമണിക്കൂറിനുള്ളിൽ ചാന്ദിനി വിചാരിച്ചൊരു കാര്യം ഇപ്പം നടക്കും. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആൽഫ ലെവലിലേക്കുള്ള സജഷൻസ് കൊടുത്തിട്ട് പവർഫുൾ ആക്കി കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിൽ നടക്കും വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും പവർഫുള്ളാണ് വിഷൻ ബോർഡും പവർഫുള്ളാണ്. അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ്, അങ്ങനെ നമ്മളൊരു 4-5 കാറ്റഗറി ആയിട്ട് തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഗാഡ്ജറ്റ്സ് എന്താണെങ്കിലും, ഒപ്പം മെൻ്റൽ ഹെൽത്തും നമ്മുടെ എക്സസൈസും ബോഡി എല്ലാം കൂടിയിട്ട് ഒരു പിക്ചറായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ വാൾപേപ്പറായിട്ട് ഇട്ടാലും മതി. എല്ലാ ദിവസവും ഇതെടുത്ത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നോക്കുക. കിട്ടുമോ എന്നല്ല നോക്കണ്ടേ. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസും പറയാം. താങ്ക് യു, ഇതെനിക്കുള്ളതിന് താങ്ക് യു എന്ന് പറഞ്ഞ് ഇതവിടെ വെച്ചാൽ മതി. അപ്പോൾ അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിഷൻ ബോർഡ് മാറ്റിയിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട്സാണ് എടുക്കാം. ഞാനിപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് കൊണ്ടുപോകും. പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ ചില പ്രിൻ്റ് ഔട്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അന്ന് മാത്രമേ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ 3 months ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ കളയും. നീ നടക്കാത്തതുണ്ടെങ്കിൽ അത് അതിലേക്ക് കൊടുക്കണ്ട, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമല്ലോ. നമുക്ക് ഇത്ര സമയത്ത് ഇത് മതി. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നടക്കണം എന്നുണ്ടാവും, പക്ഷെ അതിന് വേണ്ട ഒരു പവർ നമുക്ക് വന്നിട്ടുണ്ടാവില്ല. തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയും. ഇപ്പോൾ ജോലി വേണം, പക്ഷേ എന്ത് ജോലി വേണം, എന്ത് ക്ലാരിറ്റി വേണം നമുക്കതിൽ. പൈസ വേണം, പക്ഷെ എത്ര പൈസ വേണം, ഒരു ക്ലാരിറ്റി. കാരണം ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത, അതിനെങ്ങനെ ഊഹിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, റീസണിങ് ഇല്ല എന്ന് പറയാം. അതിനോട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഇത്ര രൂപ എനിക്ക് ഈ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ വേണം എന്ന് പറഞ്ഞു കൊടുത്താലാണ് അത് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്തിരൻ സിനിമ കണ്ടിട്ടില്ലേ? എന്തിരൻ സിനിമയിൽ റോബോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു തീ പിടിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ഒരു ലേഡീനെ എടുത്തു കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്ങനെ നഗ്നായിട്ട് കൊണ്ടുവന്നേ? അപ്പോൾ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്നേൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇറ്റ്സ് ലൈക്ക് എ കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീഡ് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് അട്രാക്റ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും തുടങ്ങും. ഇപ്പൊ ചാന്ദിനി ഇന്ന് പോകുമ്പോൾ വിചാരിക്കാം, ഞാൻ പോകുമ്പോൾ എല്ലാം മഞ്ഞ കളറുള്ള കാറ് മാത്രമേ കാണുള്ളൂ എന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക്കലി അത് മാത്രം കാണാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ബ്രെയിൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയാണ്. നമുക്ക് അത്രയും കഴിവുണ്ട്, നമ്മുടെ ഉള്ളിൽ അത്രയും പവർ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ അത് യൂസ് ചെയ്യുന്നു, ചില ആൾക്കാർക്ക് ഇത് അവെയർ പോലുമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ വിഷ്വലൈസേഷൻ ചാർട്ട് ഒരു ട്രെൻഡായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ വിഷ്വലൈസേഷൻ ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവർക്കെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ പഠിക്കാനാണെങ്കിലും അവർക്ക് ആ ഒരു ചെറുപ്പം തൊട്ടേ ആ നോളജ് കിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ 50 വയസ്സുള്ള ഒരാളെ വിഷ്വലൈസേഷൻ പഠിപ്പിക്കുന്നേക്കാളും ചെറിയ കുട്ടീനെ മെന്റലി ഹെൽത്താക്കി പഠിപ്പിക്കും. ഞാനത് ഒരുപാട് ട്രെയിനിങ്ങൾ ചെയ്തിരുന്നു. കുഞ്ഞു കുട്ടികളെ തൊട്ട് വിഷ്വലൈസേഷൻ ചാർട്ടൊക്കെ ഒട്ടിച്ച് അവർക്ക് കൊടുക്കും. അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഹെൽത്തി ഫുഡുകൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കത് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പണ്ടേ തുടങ്ങിയുള്ളതാണ്. ചാന്ദിനിയൊക്കെ ഭയങ്കര ലേറ്റാ, വയസ്സായെന്ന് തന്നെ പറയാം. വളരെ വർഷങ്ങൾ മുമ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് കുറച്ച് കമ്മ്യൂണിറ്റി, കുറച്ച് പേർക്കാണിത് അറിയുള്ളൂ. ഇപ്പൊ എല്ലാവരും ലൈഫ് കോച്ച് അല്ലേ. പണ്ട് അങ്ങനെയല്ലല്ലോ. ലൈഫ് കോച്ച് എന്ന് പറയുന്നത് ഓൺലൈൻ
അവൈലബിൾ ആണ്. ഇപ്പോ കുറെ പേര് ലൈഫ് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കോച്ച് ആൾക്കാർ കോച്ചിങ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മൈൻഡ് പവർ കോച്ച് ഉണ്ട്, വെൽനസ് കോച്ച് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ കോച്ച് ഉണ്ട്, റിലേഷൻഷിപ്പ് കോച്ച് ഉണ്ട്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, സൈക്കാട്രിസ്റ്റ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ കേട്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ കുറെ പേര് അത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവെയർ ആണ്, ആൾക്കാർ എടുക്കാൻ തയ്യാറാണ്, ഹെൽപ്ഫുൾ ആണ്. അപ്പം അങ്ങനെ കുറെ മാറ്റമുണ്ട്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ലൈക് കമ്മിങ് ടു ഡിപ്രഷൻ, ഒരുപാട് പേര് ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഡിപ്രഷനിലാണെന്ന്. പക്ഷെ സത്യത്തില് സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? അത് ഏത് ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് ഡിപ്രഷൻ ആവുന്നത്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് മാനുവൽ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ DSMന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജനറലി എല്ലാവരും ഇപ്പൊ ഒരാൾ വന്ന് ഞാൻ ഡിപ്രഷനിലാന്ന് പറഞ്ഞാൽ അത് അൺഡയഗ്നോസ്ഡ് ഡിപ്രഷനാ, ഡയഗ്നോസ്ഡ് അല്ല. ഡയഗ്നോസ്ഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. അതിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഡിപ്രഷൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അവർ കാറ്റഗറിയിൽ, അതായത് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാത്തിലും വിഡ്രോ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, സോഷ്യലൈസേഷൻ താല്പര്യമില്ല, സെക്ഷൽ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സൊസൈറ്റി ആയിട്ട് അങ്ങനെ എല്ലാത്തിൽ നിന്ന് അവർ വിട്ടുമാറി പോകുന്ന അവസ്ഥ. ഇതിൽ തന്നെ ഇത്ര മാസം ഇവർക്ക് ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ആഴ്ചയോളം ഇതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മൾ ആ കാറ്റഗറിയിൽ അത് അനലൈസ് ചെയ്തിട്ട് ഡിപ്രഷനാന്ന് ലേബൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് ഡിപ്രസീവ്, അത് ലോ മൂഡിനെ അവർ ഡിപ്രഷനായിട്ട് കാണും. ലോ മൂഡ് ഒരിക്കലും ഡിപ്രഷൻ അല്ല. നമുക്കൊക്കെ ലോ മൂഡിലേക്ക് പോവാം, പല ഇതിലും പോവാം, പിന്നെ തിരിച്ചു വരാം, സാഡ്നെസ്സിലേക്ക് പോവാം. പക്ഷെ സാഡ്നെസ്സിൽ പോകുമ്പോൾ നമുക്ക് ഹോപ്പ് ഉണ്ടായിരിക്കും, നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് വിഷമാണെങ്കിലും നാളെ അത് മാറും. പക്ഷെ ഡിപ്രഷനിൽ പോകുമ്പോൾ ആ പ്രതീക്ഷ ഭയങ്കര കുറവായിരിക്കും. അവർക്ക് ഹോപ്പ് ഉണ്ടായിരിക്കില്ല, അവർക്ക് അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസൈറ്റുകളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ്. നമ്മളിപ്പോ ഇന്ന് വിഷമത്തിലാണെങ്കിലും നമുക്ക് പ്രതീക്ഷയില്ലേ നാളെ ഞാൻ ഓക്കെ ആവും. പക്ഷെ ഇവർക്കത് ഓക്കെ ആവാൻ പറ്റില്ല. അതെ, നമ്മൾ മെന്റലി ഡീടോക്സിഫിക്കേഷൻസ് ചെയ്യുക എന്ന് പറയുമല്ലോ. നമ്മളത് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ, ഇപ്പൊ ഒരു റൂം മുഴുവൻ ഒരു വളരെ ബാഡ് സ്മെല്ലാണെങ്കിൽ എല്ലാ ജനലും തുറന്നിട്ടാൽ മതി, നല്ല വായു ഉള്ളിൽ കയറും. അതുപോലെ മെന്റൽ ഡീടോക്സിഫിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുക അവർക്ക്. അപ്പൊ വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ട്രോമാസും അല്ലെങ്കിൽ വിഷമങ്ങളും സങ്കടമൊക്കെ പുറത്തു പോയിക്കോളും. ഓക്കെ, എല്ലാ ഡിപ്രഷനും ഒരു ട്രോമ ഉണ്ടാവും, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ലൈഫിൽ വന്ന ഒരു ട്രോമ കൊണ്ടാണോ ആൾക്കാർക്ക് ഡിപ്രഷൻ? അങ്ങനെ ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ട്രോമ ഉണ്ടെങ്കിൽ ഡിപ്രഷൻ വരുന്നില്ല. കാരണം ട്രോമ എന്ന് പറയുന്നത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കെമിക്കൽ വ്യത്യാസം കൊണ്ട് ഡിപ്രഷൻ വരാം. ഇനി നമുക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ട്രോമ കൊണ്ടല്ലല്ലോ. അപ്പൊ അങ്ങനെ ഡിപ്രഷനും ട്രോമയായിട്ട് നമുക്ക് ഫുള്ളി കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ട്രോമ റിലേറ്റഡ് ആവാം. പക്ഷെ 100% ട്രോമ ഉണ്ടെങ്കിൽ ഡിപ്രഷൻ വരണമെന്നോ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ട്രോമയ്ക്ക് പോകണമെന്നോ ഇല്ല, നിർബന്ധമില്ല. ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള കുട്ടികളുണ്ടാവും, മേ ബി ലൈക്ക് അബ്യൂസ്ഡ് ആയവരായിരിക്കും, അല്ലാതെയുള്ള ലൈക്ക് പാരന്റൽ ഫാമിലി ഇതായിട്ടുള്ള ട്രോമാസ്, അവർക്കൊക്കെ ലൈഫിൽ ഒരു പോയിന്റിൽ ഡിപ്രഷൻ വരുമോ? ട്രോമ എന്ന് പറയുന്നതേ നമ്മൾ ഇപ്പൊ ഇവിടെയൊക്കെ ട്രോമ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക വലിയ ട്രോമ എന്ന് പറയുന്നത് എന്താ പറയുക അബ്യൂസ് ആണെന്നാ. ആക്ച്വലി 6 ട്രോമയെക്കൂടെയെങ്കിലും ഒരാൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ തന്നെ കുറയുന്ന പറയുന്നത്. ഈ ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് ട്രോമയാണ്. ഇപ്പൊ 2 പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെന്ന് വിചാരിക്കുക, ഞാൻ ചാന്ദിനിയോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഇപ്പഴത്തെ ആളെ ഞാൻ ശ്രദ്ധിക്കണില്ല, അത് അയാൾക്കൊരു ട്രോമയാണ്. അപ്പൊ അത്രയും മൈൽഡ് കാര്യം വരെ ചിലപ്പോ ഒരു ട്രോമയായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന ട്രോമ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യം PTSD എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ട്രോമ എപ്പോഴും നമ്മളെ എന്താ പറയുക ലൈഫ് ലോങ്, നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമല്ല. ട്രോമാസ് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് തെറാപ്പീസ് അവൈലബിൾ ആണ്. ഈ ട്രോമ ഉള്ളവരെ പ്രത്യേകത, അവർ ചില സമയത്ത് അവർ ഫൈറ്റ് ചെയ്യാം, ചിലപ്പോൾ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ്. പുരുഷന്മാരിലൊക്കെ കണ്ടു കാണാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരക്ഷരം ഇവർ മിണ്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ബാക്കി ഫാമിലി, ഇപ്പോൾ വൈഫാണെങ്കിലും ഇത് ഇത്ര ഇമ്പോർട്ടൻറ്റ് സീരിയസ് കൺസേൺ ആണ്, നിങ്ങൾ എന്താ മനുഷ്യ മിണ്ടാതിരിക്കണേന്ന് ചോദിക്കാം. പക്ഷെ ഇയാളുടെ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ട് ഇയാൾ ഫ്രീസ് എന്നുള്ള മോഡിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ട്രോമാസ്.
അങ്ങനെയുമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഒരു ന്യൂലി ഒരു റിസർച്ച് ഞാനിപ്പോൾ UK ഇപ്പോൾ ഒരു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റഡീസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ട്രോമാസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇത്രയും മൈന്യൂട്ട് കാര്യം പോലും ട്രോമയാണെന്നാണ് പറയുന്നത്. നമുക്ക് നെഗ്ലക്ട് ചെയ്യുന്ന ട്രോമയാ. നമ്മൾ ചിന്തിക്കണ പോലും ഇല്ല. ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. ചില ആൾക്കാരൊക്കെ ഫിസിക്കൽ അബ്യൂസ് ട്രോമയാണ്, കുറേ ട്രോമാസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിനെ പല രീതിയിൽ ബാധിക്കാം. പക്ഷേ ഈ ട്രോമാസ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അത് ട്രിഗേർഡ് ആവുമ്പോഴാണോ പിന്നീട് അവർക്ക് അത് വരിക? സെയിം എക്സ്പീരിയൻസ് ലൈഫിൽ വേറൊരു ഇതായിട്ട് കണക്ട് ആവുമല്ലോ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില സംഭവങ്ങൾ കണക്ട് ചെയ്തിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് കണക്ട് ആവുമ്പോൾ ചിലപ്പോൾ അത് വരാം, നമുക്ക് ബുദ്ധിമുട്ട് വരാം. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഹിപ്നോതെറാപ്പി ഒക്കെ മരിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന കുറേ സ്റ്റേജ് ഷോസ് ആണത്. അപ്പോൾ ആ സ്റ്റേജ് ഷോ കഴിയുമ്പോൾ എന്താ പറയുക, ആ ഷോ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഈ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ട്രോമയായിട്ട് മാറിയിട്ടുണ്ടോന്നോ, ട്രോമ ആയിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യണം എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. മെന്റലിസം പോലെയൊക്കെ ചെയ്യുന്നവര് പല ഷോസിലും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയില്ല ഈ വ്യക്തിക്ക് സ്കിസോഫ്രീനിയ ഉണ്ടോ, അയാൾക്ക് വേറെ എന്ത്, ഇത് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മെന്റലിസ്റ്റിന്, എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആൾക്ക് ചെയ്യുമ്പോൾ അവർക്കത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ എല്ലാവരും ഇത് ഈസി ആയിട്ട് പഠിച്ചിട്ട് ചെയ്യണത് കുറച്ച് റിസ്ക് ഉണ്ട്. ചെയ്യുന്ന മെന്റലിസ്റ്റിനല്ല റിസ്ക്, ഇത് അതിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക്കാ. പിന്നെ അവര് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് ഈ ട്രോമ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. ഈ മരിച്ചവരെ കണ്ടു അത് ചിലപ്പോൾ നമുക്ക് ഷോക്കിംഗ് ആയിരിക്കുമല്ലോ. നമുക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ ഇതുപോലെ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ബ്രേക്കപ്പ് തന്നെ ചിലവരെ വളരെ സിവിയർ ആയിട്ട് അത് ബാധിക്കും. അതായത് ആ ഒരു ലോസ് അംഗീകരിക്കാൻ, റിയലൈസ് ചെയ്യാനൊന്നും പറ്റാതെ, ഇപ്പം എൻ്റെ ആന്റിയൊക്കെ ആ മരണം, മോന്റെ മരണം അവർക്ക് ഇതുവരെ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഈ ഡിവോഴ്സ്, ബ്രേക്കപ്പ്, മരണം, ഏകദേശം ഇതിന്റെ മൂന്നിന്റെയും ഫീല് ഒരുപോലെയല്ലേ. ഒരു വ്യക്തി ഇല്ലാണ്ടാവണു, ബ്രേക്കപ്പ് ആവുമ്പോൾ അതുവരെ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിരുന്ന സന്തോഷം, സ്നേഹം, കരുതല് എല്ലാം ഇല്ലാണ്ടാവണം. മരണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തീവ്രമാണ്, നമ്മൾ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഏകദേശം എന്താ പറയുക, ചെറിയ ചെറിയ എന്താ വെച്ചാൽ ഷോർട്ടായിട്ട് ഇങ്ങനെ വരും. അത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെയിം ഫീലിംഗ് ആ വരുന്നത്. ആ വ്യക്തി നമ്മളെ വിട്ടുപോയി, നമ്മളായിട്ട് ഒരു ബന്ധമില്ല, ബ്ലാങ്ക് ആയിട്ടുള്ളത്. പക്ഷെ ഒരു തീക്കനൽ പോലെ അത് നമ്മളൊരു ഫുള്ളൊരു തീക്കനൽ കെടുക്കാന്ന് വിചാരിക്കുക. അത് എരിഞ്ഞമർന്ന് ഒരു ചെറിയ ചെറിയ പോലെ ഇങ്ങനെ കെട്ട് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ മിനിമം 6 മാസം എന്ന് പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 6 മാസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ പീരീഡാണ്. അത് ആ സമയത്ത് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് തെറാപ്പീസ് നിർബന്ധമായിട്ടും കൊടുക്കണം. നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് ആരും അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ക്ലോസ് ആയിട്ടുള്ളവർ ശരിക്കും തെറാപ്പി എടുക്കണം. ക്ലോസ് എന്നല്ല, ഇപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി ഇപ്പം ഇന്നലെ അവരുടെ അടുത്ത് സംസാരിച്ചത്, അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവാനാണ് തോന്നിയത്. കാരണം എവിടെ ചെന്നാലും ആളുടെ പ്രസൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. പക്ഷെ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? കാരണം അപ്പം മരിച്ചപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ പോയി, ഒറ്റയ്ക്ക് പോയി, അവൾ സുഖിച്ച് നിന്നു എന്നല്ലേ നാട്ടുകാർ പറയുക. പക്ഷെ ഈ കുട്ടി അനുഭവിച്ചത് അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ മരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഒരിക്കലും മറക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എന്തെങ്കിലും മറക്കാൻ ശ്രമിച്ചാൽ അത് ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ എന്താ പറയുക, ഫുള്ളി പറ്റില്ല. പക്ഷെ നമ്മൾ കുറേശ്ശെ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവനെ മറക്കട്ടെ, ആ ചിന്ത വേണ്ട, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ആ ചിന്തേനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട്. അതൊരു സ്റ്റെപ്പ് ബൈ പ്രോസസ്സാണ്. തെറാപ്യൂട്ടിക് ഹെൽപ്പ്, സപ്പോർട്ട് വേണം. പിന്നെ അവരുടെ പ്രസൻസുമായിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരാം. ഇപ്പോൾ ഒരു കേസ് വന്നതിൽ 1 മാസം വരെ ഇയാൾ മരിക്കണ അന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ച് വൈഫിന് കൊണ്ടുവന്ന് ചായ വയ്ക്കാൻ. പെട്ടെന്നാണ് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചത്. വൈഫ് ആ പാല് 3-4 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ആള് ടച്ച് ചെയ്തതാണത്. അപ്പോൾ വൈഫിന് ആ പാല് കളയാനോ അല്ലെങ്കിൽ അതിന് പറ്റുന്നില്ല. അപ്പോൾ അവർ മെൻ്റലി അവർ ഓക്കെ അല്ല.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ, കാരണം നമുക്കത് ശരിയാണ്, അവർ ടച്ച് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, എല്ലാം നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം പക്ഷെ ഇവർക്കത് മെന്റലി അവർ ഹെൽത്തി അല്ലാത്തത് കൊണ്ട് അവർ ആ വീട്ടിലത്തെ ഒരു സാധനങ്ങളോ പൊടി പോലും അവർ അടിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരുടെ മകൻ വന്ന് നമ്മൾ കൗൺസിലിംഗ് കൊണ്ടുവന്നു. പക്ഷേ സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പും കൂടി വേണ്ട ഒരു കേസായിരുന്നത്. പക്ഷെ അവരതിന് വില്ലിങ് ആയിരുന്നില്ല. പിന്നീട് അവർ കുറെ മാസങ്ങൾ കഴിഞ്ഞു അവരതിലേക്ക് വരാനായിട്ട്. അപ്പൊ ഈ മരണം പോലെ തന്നെയായിരിക്കും ഒരു ബ്രേക്കപ്പ് ഒക്കെ ആൾക്കാരെ എഫക്ട് ചെയ്യുന്നത്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള, തകർത്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രേക്കപ്പ്. ഇപ്പൊ ചില പയ്യന്മാർ, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ എന്താ പറയാ, വ്യത്യാസം ആണ് പെണ്ണെന്നല്ല. ഇപ്പൊ എല്ലാവരും പറയും പെൺപിള്ളേർക്ക് എളുപ്പമാണ്, അവരിത് മാറി അടുത്ത ആളെ കെട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയാം. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അതൊരു കനലായിട്ടുണ്ടാവാം. ചിലപ്പോൾ പ്രട്ടൻഡ് ചെയ്യുന്ന അവർ ജീവിച്ചു പോകുന്നുണ്ടായിരിക്കാം, സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ജോലിയിലോ അവരുടെ ലൈഫിലോ ഒന്നും സെറ്റിൽ ആവാതെ പോലും പോകുന്നുണ്ട്. അവര് ഇങ്ങനെ പല പല ജോലി മാറി 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 പോയിക്കൊണ്ടിരിക്കുക, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബ്രേക്കപ്പിന് ഉണ്ടായിട്ടുള്ള ഈ വിഷമാണത്. അവര് വേറെ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ സംസാരിക്കാനൊക്കെ അവർക്ക് ചിലപ്പോൾ പറ്റായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആദ്യത്തെ ബ്രേക്കപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതിൻ്റെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അവരുടെ ഹോൾ ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ ഭാര്യയൊക്കെ ഉണ്ടാവാം, കുട്ടിയാവാം. അത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ആയേ പറ്റൂ. അപ്പോൾ അത് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ വിഷമം. കല്യാണം കഴിച്ച കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പായി, ഓട്ടോമാറ്റിക്കലി കുട്ടിയായി. അപ്പോൾ ഭർത്താവായി, ഭാര്യയായി, കുട്ടിയായി, അച്ഛനായി, അമ്മയായി. ഓക്കെ, ഇനി എങ്ങനെ പോട്ടെ. പക്ഷേ മെൻ്റലി ഇയാൾ ഓക്കെ അല്ല. ഒരു സന്തോഷമോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ആൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കൗൺസിലിംഗിന് വന്നത്. I do have friends, same situations. അപ്പം നമ്മൾ ഹീൽ ചെയ്യണം. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ അതിൽ നിന്നുള്ള കണക്ഷനിൽ ഇയാൾ പെട്ടുകിടക്കല്ലേ, വയേർഡായി കിടക്കല്ലേ. അതായത് ഇപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ചുറ്റിക്കിടക്കല്ലേ. ഈ ചുറ്റിക്കിടക്കുന്ന ഇമോഷനെ നമ്മൾ അഴിച്ച് കളയണം. എന്നിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഓക്കെ, നമുക്ക് ഏറ്റവും അധികം വിഷമം വരിക നമ്മുടെ അടുത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴല്ലേ. ഇപ്പോൾ അമേരിക്കയിൽ ഒരു കാര്യം സംഭവിച്ചു, ഒരു ബസ് മറിഞ്ഞു, നമുക്ക് പ്രശ്നമൊന്നുമില്ല, കേട്ടു, വിഷമമുണ്ട്, പക്ഷെ ഓക്കെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞ് കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മളിപ്പോൾ കൊച്ചി കേട്ടു, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളതിലുണ്ട്, നമ്മൾ കുറേ ടെൻഷൻ. അതുപോലെയാണ് നമുക്ക് ആ ഒരു പ്രോക്സിമിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇമോഷൻ അവിടെ വരുന്ന ആ ഒരു ബോണ്ട് അതുണ്ട്, അതെടുത്ത് കളയണം നമ്മൾ. എന്നിട്ട് അതിനെ ഫാക്റ്റ് മാത്രമായിട്ട് നിർത്തണം. ഫാക്റ്റ് മാത്രമാകുമ്പോൾ നമുക്ക് ഓക്കെ, ബ്രേക്കപ്പായി, അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ കൂടെ ഇല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എൻ്റെ ഒരു ലൈഫായിട്ട് പോവാണ്. പക്ഷെ ആ വ്യക്തിയുടെ ഓർമ്മകളും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും, ബ്രേക്കപ്പിന് 4 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വരുന്ന സ്റ്റേജുണ്ട്. അടുത്തത് റിവെഞ്ച് വരുന്നൊരു സ്റ്റേജ് ഉണ്ട്, നമുക്ക് ഇവരെ കൊന്നാലോ, അതല്ലെങ്കിൽ സൈക്കോ കാമുകൻ എന്ന് പറയുന്നതിൽ, അതല്ലെങ്കിൽ ഇവരുടെ ലൈഫിന് എന്ത് ചെയ്യാം, പിന്നെ അത് കഴിയുമ്പോൾ തന്നെ നമ്മളെ തന്നെ സ്വയം എന്ത് ചെയ്യാം. അങ്ങനെ പല പല സ്റ്റേജിൽ കൂടെ അത് പോവുക. അപ്പം അതുകൊണ്ട് ബ്രേക്കപ്പ് വന്നാൽ ചെറിയ ഇപ്പോൾ കുട്ടികളൊക്കെ പറയാമോ എനിക്ക് 2 ഒരാൾ തേച്ചാലും കുഴപ്പമില്ല, അത് വേറൊരു ജനറേഷൻ ഇതാണ്. പക്ഷെ റിയലായിട്ട് ബ്രേക്കപ്പ് നല്ലൊരു ഫീൽ ഉണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സമയമെടുക്കും മാറാനായിട്ട്, പക്ഷെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ടേക്സ് ടൈം ഹീൽസ് എന്നാണ് ബ്രേക്കപ്പിന്റെ കാര്യത്തിൽ. ഇപ്പം ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞു, അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്. അതായത് പൊതുവെ ഈവൻ എൻ്റെ വീട്ടിൽ വരെ പറയുന്ന ഒരു സാധനമാണ്, ആൺകുട്ടികളോട് കുഞ്ഞിലെ നീ കരയാൻ പാടില്ല, ആൺകുട്ടിയല്ലേ എന്ന് ചോദിക്കും. ബോയ്സിന് അതൊരു സ്റ്റിഗ്മയായി മാറി. സൊസൈറ്റിയിൽ അത് കരയാൻ പാടില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെയുണ്ട്. നമ്മളുടെ മുന്നിൽ നിന്ന് കരഞ്ഞാൽ അവരുടെ ഈഗോ ഹേർട്ട് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നു. അതുകൊണ്ടാണോ ഇപ്പൊ നമ്മളൊരു സൂയിസൈഡൽ റേറ്റ് ഇപ്പം കേരളത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ അതിൽ ആൺകുട്ടികളുടെ പെർസെന്റേജ്, ജനറലി സൂയിസൈഡില് മെൻസിന്റെ റേറ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത്. ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മള് സ്ത്രീകള് കരയുന്നത് നമ്മുടെ സ്ഥിരം, എല്ലാരും പറയാം ഡ്രാമ ക്വീൻ, അതാണ് ഓട്ടോമാറ്റിക്കലി. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ എല്ലാ മാസവും ഈ പീരീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുറെ പേരൊക്കെ അത് ഭയങ്കര ബേർഡൻ ആയിട്ടൊക്കെ കാണെങ്കിലും നമ്മൾ ചോര കണ്ടിട്ടാണ് ഓരോ മാസവും വരുന്നത്. അപ്പൊ അത്രയും അല്ല, ഇത് കാണാൻ എളുപ്പമല്ലല്ലോ. കുറച്ച് ചോര കണ്ട തലകറങ്ങി വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ
ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡെയിലി ഡീൽ ചെയ്യണു. മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാ. കൊച്ചിനൊക്കത്ത് വെച്ച് ദോശ ഉണ്ടാക്കാനും ചായ വെക്കാനും ചായ കുടിക്കാനും ഫോൺ ചെയ്യാനും എല്ലാം നമുക്ക് ഒരുമിച്ച് പറ്റും. ഇതൊക്കെ പറ്റുന്ന അതങ്ങനെയാണ് നമ്മുടെ ലേഡീസ് എന്ന് പറയുന്നവർ, സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് കരയരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശവും ഇമോഷൻസ് വന്നാൽ അത് സപ്രസ് ചെയ്യലും, അല്ലെങ്കിൽ ഇനി ഹൈലി പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാൾ, അയാൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എല്ലാവരെയും അയാൾ ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കാം. ഇപ്പോൾ മറ്റുള്ളവരെയൊക്കെ അയാൾ പ്രശ്നം വന്നാൽ സോൾവ് ചെയ്യും. പക്ഷെ അയാളുടെ സ്വയം പ്രശ്നം വരുമ്പോൾ അയാളിപ്പോൾ അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറയാൻ എന്താണെന്നറിയോ, നിനക്കോ, നീ എന്താ പറയണേ, കുറുന്തോട്ടിക്ക് വാദോ, അതല്ലെങ്കിൽ നീ എല്ലാവരുടെ പ്രശ്നവും ചെയ്യണതല്ലേ, ഇതൊന്നും ഒരു പ്രശ്നമല്ല നിനക്ക്. നമ്മളവരുടെ പ്രശ്നം കേൾക്കുക പോലും ഇല്ല. കാരണം നീ ഒരു ഹൈലി പ്രൊഫൈലിലുള്ള ആളാ, നീ നല്ല ബിസിനസ്സുകാരനാ, നിനക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് സൊസൈറ്റി പലതും ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇയാൾക്ക് പൈസ ഉണ്ടാവാം, പ്രൊഫൈൽ ഉണ്ടാവാം, ജോലി ഡോക്ടറായിരിക്കാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ ഇയാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളല്ലേ അവിടെ പോകുന്നത്. അവിടെ ഇതിനൊന്നും ബന്ധമില്ല. അതുകൊണ്ട് പലരും കേൾക്കാൻ തയ്യാറായിരിക്കില്ല. ഈ പ്രശ്നം അവോയ്ഡ് ചെയ്ത് വിടും, കോൾഡാക്കി വിടും. അപ്പോൾ കോൾഡാക്കി വിടുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഞാൻ ഇത്രയും, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നല്ല സെലിബ്രിറ്റീസൊക്കെ ഇല്ലേ, ഇവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അത്. ലൈക്ക് റോയുടെ സൂയിസൈഡ്, അത് നമുക്കതിൻ്റെ യഥാർത്ഥ കാരണം നമുക്കറിയില്ലെങ്കിലും ഞാൻ പറയണേ, എല്ലാവർക്കും ഹൈ സ്റ്റാറ്റസിലിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല ആൾക്കാരോട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ, നമ്മളൊരു ഇതിലിരിക്കുന്ന പ്രൊഫഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും പ്രോപ്പർ മെൻ്റൽ ഹെൽത്ത് എടുക്കണം. ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടും ആൾക്കാർ അവോയ്ഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സപ്രസ് ചെയ്ത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കിത് പറ്റാതെ ആകുമ്പോഴാണ് ഇമ്മീഡിയറ്റ് പല ആക്ഷനുകളിലേക്കും നമ്മൾ പോകുന്നത്. ചിലപ്പോ എന്താ പറയാ, ആത്മഹത്യ വേണമെന്നില്ല, അവർ ഫീൽഡിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് മാറിപ്പോവാം, ലൈഫ് സ്റ്റൈല് ഡൈവേർട്ട് ചെയ്ത് പോവാം, പറ്റാത്ത കാര്യങ്ങളിലേക്ക് പോവാം, ഫോക്കസ് പോയിട്ട് കരിയർ നശിക്കാം. ഇതൊക്കെ സംഭവിക്കാം. അത് ബ്രേക്ക് ആവും, കാരണം പറ്റുന്നില്ല അവർക്ക്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ട്രെസ് എടുക്കാൻ പറ്റാത്ത സന്തോഷങ്ങളിലേക്ക് പോവും. അവർക്കൊരു ഡിഫെൻസ് മെക്കാനിസംസ് അവർ പലത് യൂസ് ചെയ്യും. അപ്പൊ അത് പക്ഷെ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്താ തോന്നുക, അവര് പൈസയുള്ള കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ട്രാവലായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറെ സംഭവങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടാവാം. അങ്ങനെയുള്ള പല രീതികളിലേക്കൊക്കെ അവർ മൈൻഡ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവാം. പക്ഷെ നമുക്കൊരു ആളുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ഹൈ പ്രൊഫൈലല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എന്നോടൊന്ന് പറയൂ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രൊഫഷണലുള്ള ഒരാൾക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ കാണുന്നത്, ഇപ്പോൾ ചാന്ദിനിയുടെ പേഴ്സണാലിറ്റി ചാന്ദിനി എല്ലാം നിർണ്ണയിക്കുന്നത്, അത് ഞാൻ നോക്കുമ്പോൾ ഓക്കെ ചാന്ദിനി ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളാ, അപ്പൊ മേ ബി അവർ ചിലപ്പോൾ ബോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചാന്ദിനിക്ക് കുറച്ച് ഫാഷൻ ഇഷ്ടമുള്ള ആളാ, അല്ലെങ്കിൽ ചാന്ദിനി കുറച്ച് അംബീഷ്യസ് ആണ്. ഇതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇതൊന്നായിരിക്കില്ല ചാന്ദിനി ചിലപ്പോൾ ഒരു പാവം പേടിച്ച് ഇന്റർവ്യൂ ചെയ്യണ്ടേ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാനിത് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എന്താ പറയുക, സെലിബ്രിറ്റീസിനെ കുറേ പേരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെലിബ്രിറ്റി എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, നാളെ എനിക്കൊരു പബ്ലിക്കായിട്ടൊരു ഫങ്ഷൻ ഉണ്ട്, ഒരു ഇനോഗ്രേഷനാണ്, 1000 പേരുണ്ട്, സ്കൂൾ എന്തോ സംതിങ് എന്തോ ആണ്, എനിക്ക് സംസാരിക്കാൻ പേടിയാ, മാഡം എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ആള് ഫിലിമിൽ അഭിനയിക്കുന്ന ആളാണ്, പക്ഷെ ആള് പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഇത്രയധികം ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പാനിക്കാണ്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അറിയോ അവർ പാനിക്കാണെന്ന്? നമ്മൾ വിചാരിക്കണത് എന്താ, ഇവര് പാനിക്കായിട്ടായിരിക്കും, ആരും അടുത്ത് വരരുത്, ഫോട്ടോ എടുക്കരുത്, ഇവരുടെ ടെൻഷൻ ഉണ്ട്. കാരണം ആങ്സൈറ്റി ഹ്യൂമൻ ആണ്. നമുക്ക് ആ ക്രൗഡ് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്ലഡ് വന്നപ്പോഴാണ് വെള്ളത്തിന് ഇത്ര പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്തും എക്സസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മളത് അഡാപ്റ്റ് ചെയ്ത് സിറ്റുവേഷനെ പഠിക്കും. അങ്ങനെയാണ് ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പൊ ഈ ബോയ്സിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മളെപ്പോഴും പറയും ബോയ്സ് ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഗേൾസ് ആണ് ഇമോഷണലി സ്ട്രോങ്. അത് സത്യമാണ്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്, അങ്ങനെ ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ഒന്നുമില്ല. അല്ല, അങ്ങനെ നമ്മൾ നോർമലി അത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന കുറെ പണികള്, ആൺകുട്ടികൾക്ക് ഇങ്ങനെ, പെൺകുട്ടി ഇങ്ങനെ, അങ്ങനെ ശരിക്കും പാരന്റിങ് അല്ലേ ശരിയല്ലാത്തത്. ശരിക്കും പാരന്റിങ്ങിന് ആരെങ്കിലും കോഴ്സിന് പോകുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് പേര് പാരന്റിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ വന്ന പാരന്റിങ്ങിൽ ആണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ
എല്ലാവരും പറയും ആണായാലും പെണ്ണായാലും ഒരേ ചെലവാണ്. പണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു പേടിയുള്ളൊരു കാലഘട്ടം. അപ്പോൾ കുറേ അവർക്ക് കൊടുക്കണം. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം ആ പേടി പാരൻസിൻ്റെ നിന്ന് പോയി. ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. പാരൻറ്റിങ് സ്റ്റൈലുകൾ വ്യത്യാസമായി, പാരൻറ്റിങ് രീതി വ്യത്യാസമായി, കുട്ടികളുടെ സ്വഭാവങ്ങൾ വ്യത്യാസമായി. ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അച്ഛന്മാരങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് അവർ കൊഞ്ചിക്കും, പക്ഷെ അതൊക്കെ നോക്കിയിട്ടാ. പക്ഷെ ഇപ്പോൾ നോക്കി നോക്കൂ, ഇപ്പൊ നമ്മളൊരു ചർച്ചിൽ പോയാലോ പബ്ലിക് പ്ലേസിൽ പോയാലോ കുട്ടികൾ ആരുടെ കയ്യിലായിരിക്കും? അച്ഛന്മാരുടെ കയ്യിൽ. അമ്മമാര് കൂളായിട്ട് വളരെ സെൽഫിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പുരുഷന്മാരുടെ ഒരു എന്താ പറയുക പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇവർ ഭയങ്കര സോഫ്റ്റും കൂടിയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് കുട്ടികളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് കൊടുക്കാനൊന്നും ഇവർക്ക് വലിയ ഇഷ്ടമല്ല. ഇവർ എല്ലാം ഇത്തിരി ഇതായിട്ട് വിടും. പക്ഷെ അമ്മമാർക്ക് അവർ പ്രസവിച്ചത് കൊണ്ട് തന്നെ ചീത്ത പറഞ്ഞാലോ അടിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലോ അമ്മമാർക്ക് ധൈര്യമുണ്ട്, ഞങ്ങൾ അത് ഡീൽ ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്ട്രിക്ട്നെസ് അവിടെ പോവുകയും ചെയ്തു. അച്ഛനും അമ്മയും കൺഫ്യൂസിങ് പാരൻറ്റിങ് പലപ്പോഴും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് എന്താ പറയാ, ആണായാലും പെണ്ണായാലും അവർക്ക് ഇമോഷണലി ഉള്ള കുറെ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ വലിയ കമ്പാരിസൺ ഒന്നുമില്ല. പണ്ടൊക്കെ ഒരു വീട്ടില് ആൺകുട്ടിയാണെങ്കിൽ അവന് മീനൊരു കഷ്ണം കൂടുതൽ കൊടുക്കും, കാരണം അവൻ ആൺകുട്ടിയാണ്, അവൻ ജോലിക്ക് പോകേണ്ടതാണ്, അവൻ പഠിച്ചു വന്നിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ കുറഞ്ഞിരിക്കുക. ആണിനും പെണ്ണിനും ഇമോഷണലിയും അല്ലെങ്കിൽ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. പാരന്റിംഗിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൽ നിന്നല്ലേ തുടങ്ങണേ. അതായത് കുട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബ്ലാങ്ക് സ്ലേറ്റ് ആണ് ഒരാളുടെ മൈൻഡ്. ഇപ്പൊ ജോൺ ലോക്കി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്രം പറഞ്ഞു, മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റാ. നമ്മൾ എന്ത് എഴുതുന്നു അതാണ് നമ്മുടെ ലൈഫിലേക്ക് കുറേയൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ദേഷ്യപ്പെടുന്ന കുട്ടി ദേഷ്യപ്പെടുന്നത് അച്ഛൻ ഏതളവിൽ ദേഷ്യപ്പെടുന്നു, എങ്ങനെ കൈ ചൂണ്ടി പറയുന്നു, അതുപോലെ കുട്ടി പറയാ ദേഷ്യപ്പെടുമ്പോൾ. കാരണം ഇവൻ കോപ്പി ചെയ്യുക, മോഡലിംഗ് ചെയ്യാണ്. അത് സൈക്കോളജിക്കലി ചെയ്യുന്ന ലേണിംഗ് പ്രോസസ്സാണിത്. അല്ലാതെ ഈ കുട്ടി ദേഷ്യം പഠിച്ചു വന്നിട്ടില്ലല്ലോ, കുട്ടിക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല. അപ്പൊ മോഡലിംഗ് കൂടെ ലേണിംഗ് കൂടെ എല്ലാം നമ്മൾ ലേൺ ചെയ്യാണ്. അപ്പൊ അതിൽ കൂടെ പഠിക്കുന്നതാ, നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ്, കോപ്പി ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷെ അച്ഛനമ്മയ്ക്ക് അറിയില്ല. കാരണം ഈ കുട്ടി ഒരിക്കലും അച്ഛനമ്മയെ ദേഷ്യപ്പെട്ടതോ തല്ലുവിടുന്നതോ ശ്രദ്ധിക്കുന്ന പോലെ കാണിക്കില്ല. പക്ഷെ ഇവർ ഫുൾ അവിടെ ശ്രദ്ധിക്കും. ഇവരിവിടെ ഫോക്കസ്, ഇവരെന്ത് കളിക്കുകയാണെങ്കിലും അച്ഛനമ്മ ദേഷ്യപ്പെടുകയാണെങ്കിൽ റൈറ്റ് അതുപോലെ തന്നെ. ഒരു കേസ് ഇതുപോലെ വന്ന് ഒരു അച്ഛനും അമ്മയും, അച്ഛൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പോൾ ഈ മകനൊരു 25 വയസ്സ് കഴിഞ്ഞു, മകൻ പ്രേമിച്ച് വളരെ നല്ലൊരു ഇഷ്ടപ്പെട്ട് പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. പെൺകുട്ടി എന്തോ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരെന്തോ തമ്മിലൊരു ചെറിയൊരു വഴക്ക് വന്നപ്പോൾ ഇവൻ പെൺകുട്ടിയുടെ ചെകിടത്ത് അടിച്ചു. പെൺകുട്ടി ആകെ ഷോക്കായിപ്പോയി. കാരണം അത്രയും പ്രേമിക്കുന്ന കാലത്തിലോ ഇവൻ്റെ പെരുമാറ്റത്തിലോ അങ്ങനെ അടിക്കുന്ന ഒരു കാര്യമോ ദേഷ്യപ്പെടുന്നോ ഈ പെൺകുട്ടി കണ്ടിട്ടില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ മുഴുവൻ ഇവൻ കണ്ടിട്ടുള്ളത് അച്ഛൻ അമ്മയെ എന്ത് പറഞ്ഞാലും അടിക്കുന്നതാ. ഇത് ഇവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഇവൻ പുറത്തേക്ക് എടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. അവൻ്റെ ഇത് ഉണ്ടെന്ന് പാരൻസിനും അറിയില്ല, ഈ കുട്ടിക്കും അറിയില്ല. സിറ്റുവേഷൻ വന്നപ്പോൾ അത് കറക്റ്റ് അവൻ തന്നെ ഷോക്കായിപ്പോയി. അവൻ പറഞ്ഞ മേഡം ഞാൻ അങ്ങനെ ഒരിക്കലും അവളങ്ങനെ ചെയ്യണം എന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷെ ഇത് ഉള്ളിൽ കെടുക്കുകയാണല്ലോ, കണ്ട് കെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് മാറ്റങ്ങൾ നമുക്ക് വരുത്താണ്ട് പറ്റില്ല. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. ചൈൽഡ്ഹുഡ് കിട്ടുന്ന ഓവർ പാമ്പറിങ്ങും നമ്മളെ പല പേഴ്സണാലിറ്റി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരും, ട്രോമാറ്റിക് എക്സ്പീരിയൻസും കൊണ്ടുവരും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കിട്ടണം നമുക്ക്. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് മാത്രമല്ല, നമ്മളത് കൊടുക്കുന്ന പാരന്റിങ് ഇമ്പോർട്ടൻ്റാണ്. ഭാഗ്യത്തിൽ നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റില്ലല്ലോ. പാരന്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, പാരൻസ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാം, പാരൻസ് കുട്ടികളെ പഠിപ്പിക്കരുതെന്ന. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് 100-ൽ 100 കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് 40 കിട്ടുന്നുണ്ടാവുള്ളൂ, 60 പാരന്റിന്റെ മാർക്കത്. ഈ പാരന്റിന് പഠിപ്പിക്കാനുള്ള തല്ലി പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അത് നമ്മളാ ഒരു തല്ലി പഠിപ്പിക്കണമെന്ന് അത്രയും മോശമായിരിക്കും. അത് അവര് ആ പാരന്റിങ് സ്റ്റൈല് അന്നത്തെ കുട്ടികളെ തല്ലി പഠിപ്പിച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തേലും ഞാൻ പറയണേ, നമ്മൾ പഠിപ്പിക്കുമ്പോഴേ ഈ കുട്ടികൾക്ക് ശരിക്കും പഠിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പാരന്റ് പറഞ്ഞു അതുകൊണ്ട് പഠിക്കണു, നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് നമ്മൾ പഠിക്കണ്ടേ, അല്ലെങ്കിൽ ആഗ്രഹം വന്നിട്ട് അതില്ല.
അപ്പോൾ ഇവർ പാരൻസ് ഇപ്പോൾ പല കാര്യങ്ങളും മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറി ആയി പരീക്ഷയ്ക്ക് പിറ്റേ ദിവസം പോയി അത് എഴുതി മാർക്ക് കിട്ടി, അത് കഴിഞ്ഞു, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പം മുൻപൊക്കെ SLCയുടെ റിസൾട്ട് വരുമ്പോൾ അവർ പറയും 40% പാസ്സായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയും 100% പാസ്സാണ്. പക്ഷെ ആ 40% പഠിച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ലൈഫിൽ അവർ അത്രയും അവർക്കത് അറിയാം എന്താ പഠിച്ചതെന്ന്. ഇപ്പം എൻ്റെ അടുത്തൊരു ചാപ്റ്ററിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്കറിയാം, കുട്ടിക്ക് ചിലപ്പോൾ അറിയണമെന്ന് പോലും ഇല്ല. അപ്പോൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്താ? സ്നേഹം കൊടുക്കാം, മോട്ടിവേഷൻ കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട്. അതാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു കറേജ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ, എത്ര സിറ്റുവേഷൻ പ്രശ്നമാണെങ്കിലും നീ ഡിസിഷൻ എടുക്കണ്ട, നീ എന്നെ ഒന്ന് വിളിച്ചോ. ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. പഠിക്കണ കാര്യത്തിൽ ഒരു ട്യൂഷൻ ടീച്ചറോ അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഉള്ള തേർഡ് പേഴ്സൺ എന്ന് വെച്ചാൽ അമ്മ ഒരിക്കലും ടീച്ചർ ആയിരിക്കില്ലല്ലോ. ടീച്ചിങ് എബിലിറ്റീസിൽ അമ്മമാരുണ്ടായിരിക്കാം. ഇനി പഠിപ്പിക്കുന്ന അമ്മമാരിൽ ഭൂരിഭാഗവും ഏകദേശം ഏതാണ്ട് വടിവാളും ഇതെടുത്ത് ദേഷ്യപ്പെട്ട് അമ്മയുടെ ഇമോഷൻ മാറി ഒരു 7 മണി തൊട്ട് രാത്രി 9 മണി വരെ പുരുഷന്മാരെ വീട്ടിലേക്ക് വരില്ല. കാരണം അവിടെ പഠിപ്പിക്കൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഭർത്താവ് വേറെ കൂട്ടുകാരായിട്ടും അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റി ആയിപ്പോവും. ഇവരുടെ കുടുംബ ബന്ധങ്ങൾ അവൾ കുട്ടിയുടെ കൂടെയാന്നുള്ള ഒരു ഇത് വരും. പല റിലേഷൻഷിപ്പും അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പഠിക്കേണ്ടത് കുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അമ്മയുടെ ഉത്തരവാദിത്തമാക്കി മാറ്റരുത്. അമ്മയ്ക്ക് ചെക്ക് ചെയ്യണം, അതായത് ഫുള്ളി അവോയ്ഡ് ചെയ്താൽ നീ ഇപ്പോൾ അങ്ങനെ വിടാനല്ല പറയണേ. സ്കൂളിൽ ഒരു സിസ്റ്റം ഡിഫറൻസ് വരുത്തണം. ഹോംവർക്കിന്റെ ആവശ്യമില്ലല്ലോ, സ്കൂളിൽ തന്നെ ചെയ്ത് സ്കൂളിൽ തന്നെ പഠിച്ച് പിന്നെ വന്നിട്ട് ഒന്ന് റിവിഷൻ ചെയ്യണം. റിവിഷൻ അല്ല പലരും ചെയ്യുന്നേ, ഹോം വർക്കാ കൊടുക്കുന്നേ. വർക്കല്ലേ വരണേ, റിവിഷൻ അല്ലല്ലോ. അപ്പൊ നമുക്ക് മെമ്മറി കൂടാൻ എന്ത് ചെയ്യണം? നമ്മൾ 3R മെത്തേഡൊക്കെ ഉപയോഗിക്കാം. റിപ്പീറ്റ് ചെയ്യാം, റിവൈസ് ചെയ്യാം, അതൊക്കെ ചെയ്യണം. എന്നാലാണ് അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറുള്ളൂ. പക്ഷെ ഇവിടെ ചെയ്യണത് എന്താ? കുട്ടികൾ ഹോംവർക്കാ ചെയ്യുന്നത്. അപ്പൊ ആ ഹോംവർക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കില്ല, റിവിഷൻ ഇല്ല. എന്നിട്ട് പിന്നെ അതിന് സ്പെഷ്യൽ ട്യൂഷൻ, 5 ട്യൂഷൻ വെച്ച് കുട്ടികളൊക്കെ ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പലപ്പോഴും ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നത്. 10 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ 2 കുട്ടികൾ നല്ലതാ. അതിൻ്റെ അർത്ഥം ബാക്കി എല്ലാവരും പൊട്ടയെന്നാണോ? ഈ 2 കുട്ടികളും ഫുള്ളി പഠിക്കുന്ന കുട്ടികൾ, അതുകൊണ്ട് ഇവർ നല്ലത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? ഞങ്ങൾ മോശക്കാർ, ഇവർ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇവർ മാത്രം നല്ലത്. അങ്ങനെയല്ല നമ്മൾ ഡിഫൈൻ ചെയ്യണ്ടേ. അതായത് പഠിക്കുന്ന കാര്യത്തിൽ ഇവർ നല്ലതാ, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ഫേവർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയല്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുണ്ടായിരിക്കാം. അപ്പൊ ഈ കാര്യത്തിൽ ഇവൻ നല്ലതാ, അടുത്ത കാര്യത്തിൽ അവൻ നല്ലതാ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ പാരന്റിങ്ങിന്റെ ഇത് പറഞ്ഞ പോലെ സ്കൂളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആൺകുട്ടികളോട് സംസാരിച്ചാൽ വരെ നമ്മളെ പൊട്ടക്കുട്ടികൾ എന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ പിന്നീട് തോന്നും ഞാൻ എന്തോ തെറ്റ് വലുത് ചെയ്തു എന്ന്. അതങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുമോ? കുട്ടികളെ അങ്ങനത്തെ കാര്യങ്ങൾ എഫക്ട് ചെയ്യും? ഇത് 2 ജെൻസ് വ്യത്യാസമുണ്ട് കുറച്ച്. ഇത് രണ്ട് കൺസെപ്റ്റാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആൺകുട്ടിയോട് സംസാരിച്ച അല്ലെങ്കിൽ പെൺകുട്ടി അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവർക്ക് അങ്ങനെ വലിയ ഡിഫറൻസോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് പ്രശ്നമൊന്നുമല്ല. പക്ഷെ ചില ഫാമിലിയിൽ അത് കുറച്ച് ഭയങ്കര ആൺകുട്ടികളോട് എന്തിനാ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളായിട്ട് എന്തിനാ കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് എന്താ പറയുക, എല്ലാവരും മനസ്സിലാക്കണമല്ലോ. കാരണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെന്താണ്, ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, ഏത് സ്റ്റേജിലാണ് നമ്മൾ നോ പറയേണ്ടത്, അസേർട്ടീവ് ആവേണ്ടത്, ഈ ട്രെയിനിങ്ങൾ നമുക്ക് കിട്ടണം. അതല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാതെ വളർത്തിയിട്ടൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ അവരത് പലതും പാനിക്കാവാം. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന പോലെയും വരാം ആ ഫ്രീഡം കിട്ടുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മിഡ് ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആൺകുട്ടികളായിട്ട് സംസാരിക്കാം, പക്ഷെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ഏതൊരു ഏജിലാ കുട്ടികളെ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യണ്ടേ?
ഏതൊരു ഏജൊന്നും ഇല്ല, കാരണം ചെറുപ്പം തൊട്ടേ നമ്മളിത് കൊടുക്കണം അവർക്ക്. അതായത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ബാഡ് ടച്ച് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ പാരൻസ് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ പാരന്റിന് തന്നെ പേടിയാണെങ്കിലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഫാമിലി ഒരു വിസിറ്റ് നടത്തുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ ഒരാൾ വളരെ മോശമായിട്ട് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറി. അതായത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ബോഡി പാർട്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ആ കുട്ടീനെ വിളിച്ചു. ഇയാളുടെ അടുത്ത് പറഞ്ഞു തൊടരുതെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടീനെ വിളിച്ചു ചോദിച്ചു, മോളെ ഇങ്ങനെ. ഞാൻ വിചാരിച്ചു അന്നത്തെ ഒരു ദിവസമാണോ, അത് നമുക്കിപ്പോൾ ഒരാൾ പിടിക്കുമ്പോൾ എല്ലാ ടച്ചും അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഇയാളുടെ അങ്കിളാണ് ഈ കുട്ടിയുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്നേഹം കൊണ്ട് അങ്കിള് പിടിക്കുകയാണ്, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇത്തിരി ആള് മദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കൂടി ഒബ്സർവ് ചെയ്തപ്പോൾ സ്നേഹം കൊണ്ടുള്ള ഒരു പിടുത്തല്ല അത്. പക്ഷെ പെൺകുട്ടി ഒന്നും പറയാൻ പറ്റുന്നില്ല. പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്, അവൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, പക്ഷെ അവളൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ അവളെ മാറ്റി കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ ചെയ്യണേ, അതൊരു സുഖമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, മോൾക്ക് എന്താ തോന്നണേ, ഇപ്പം എൻ്റെ മാത്രം ഇതല്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ആൾ തുറന്നത്, ആൾ എപ്പോഴും അങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, മോളുടെ അമ്മയുടെ അടുത്ത് നമുക്ക് പറയാം. അമ്മയുടെ അടുത്ത് ഞാനത് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അത് ആളങ്ങനെ എന്നെയും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നോ പറയാനുള്ള കഴിവില്ല. അമ്മേനെ ഇയാളപ്പോൾ ഒരുപാട് തവണ ഇത്തരത്തിൽ അമ്മേനെ ചെയ്തിട്ടുണ്ടെന്നാണ് അമ്മ പറയണേ. അമ്മ അത് നോർമലൈസായിട്ട് പറയാണ്, അതിപ്പോൾ എന്നെയും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്, അപ്പോൾ പിന്നെ ഇവിടെ ചെയ്ത എന്താന്നുള്ള രീതിയിലാണ്, അത് നോർമൽ എന്നുള്ള രീതിയിൽ, വേറൊന്നും അല്ലല്ലോ. പക്ഷെ ആ കുട്ടിക്ക് അവിടെ ഒരുപാട് മെൻ്റലി അവൾക്ക് നോ പറയാൻ പറ്റുന്നില്ല, അമ്മയുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പില്ല. അവളത് സഫർ ചെയ്ത് ആൾ വരുമ്പോൾ മാറിപ്പോവുക. അങ്ങനെ ഇപ്പം ആ ഒരു പ്രായത്തിൽ അവൾ എൻജോയ് ചെയ്യേണ്ട പല സിറ്റുവേഷൻ, അവൾക്കൊരു ചെയറിലിരിക്കാൻ പറ്റില്ല, അപ്പോൾ ഇയാൾ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനതിന് റിയാക്ട് ചെയ്തു. അവരുടെ ഫാദറിൻ്റെ അടുത്ത് പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ് പ്രോബ്ലത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് അവർ സംസാരിച്ചു. പക്ഷേ ഞാനപ്പോൾ വണ്ടറായിട്ടുള്ളൊരു കാര്യം, അമ്മ അസേർട്ടീവ് അല്ലാത്തത് കൊണ്ട് അമ്മയുടെ ലൈഫിൽ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അസേർട്ടീവ് ആവാൻ പഠിക്കണം, ഏത് സമയത്ത് നോ പറയണം. അപ്പോൾ ആ ടച്ച്, നമുക്ക് ഈ ബാഡ് ടച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ടച്ച് എന്ന് പറയുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും നമ്മൾ ആ തൊടുന്ന ടച്ച് നമുക്ക് നമ്മുടെ സെല്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാൾ തൊട്ടു എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചിലപ്പോൾ അങ്ങനെ ഇപ്പം നടക്കുമ്പോഴൊക്കെ തൊടാം, അതൊന്നും നമുക്ക് വലിയ ബോധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സിമിലർ ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ നോ തന്നെ പറയാം, അസർട്ടീവ് ആവാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു ബാഡ് ടച്ച് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പ്രതികരിക്കും. ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു ബാഡ് ടച്ച് വരുന്ന സമയത്ത് ചില കുട്ടികൾ പ്രതികരിക്കും, ചില കുട്ടികൾ ഫ്രീസ് ആയി പോകും. അതെന്താ അങ്ങനെ ഉണ്ടാവുന്നത്? അത് അവർക്ക് അതോറിറ്റി ആണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നല്ലോ. നമ്മൾ പറയില്ല, നേരത്തെ പറയുമല്ലോ, നമ്മൾ ഫൈറ്റ് ചെയ്യാം, ഫ്ലൈറ്റ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം, 3 മെത്തേഡ് എടുക്കാം. സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്കത് ഒരു ടച്ച് ചെയ്തു, പക്ഷെ നമ്മൾ കണ്ടു, നമ്മൾ ഒരു നോട്ടം മതിയല്ലോ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. ആ നോട്ടത്തിൽ അപ്പുറത്തെ ആൾക്ക് എന്തായാലും ആ മെസ്സേജ് പാസ്സായി പോവും, പിന്നെ അവരത് ചെയ്യാൻ മുതിരില്ല അവർ. കാരണം പിന്നെ നമുക്ക് സെക്കൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. വാക്കുകൾ വെർബലി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി പോവാം. ഫ്രീസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ആവാൻ ചിലവർ. കാരണം ഇത്രയധികം ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയാസിൽ ആൾക്കാരുണ്ടായിരിക്കാം, ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവരാണ് ചിലപ്പോൾ ഇത് സഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സിമിലർ എക്സ്പീരിയൻസ് പലപ്പോഴും ഉണ്ടായിട്ട് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. പിന്നീട് അങ്ങനത്തെ വരുമ്പോഴും ഇതാണ് പാറ്റേൺ, ഞാൻ ഇങ്ങനെ സഫർ ചെയ്യേണ്ട ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ചിലപ്പോൾ ലേൺ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോഴും അവർ മിണ്ടില്ല, അവർ സഫർ ചെയ്യും. ഇങ്ങനെ ഫ്രീസ് ആയിട്ട് പോയ ആരെങ്കിലും വന്ന് മാമിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർക്ക് അങ്ങനെ ഫ്രീസായി പോവാതെ പിന്നീട് എന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമവരെ. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു എന്താ പറയുക, എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസ് എക്സാമിന് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി, എല്ലാം നല്ല മാർക്ക് കിട്ടും, പക്ഷേ എക്സാമിന് ഇവള് സ്കോർ ചെയ്യുന്നില്ല. മോഡൽ എക്സാം എല്ലാം അവള് നന്നായി ചെയ്യുന്നൊക്കെ ഉണ്ട്, ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്രൈറ്റാണ്. അപ്പം അമ്മ അവളെ കൊണ്ടുവന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ കുട്ടിക്ക് ഫിസിക്കൽ അബ്യൂസ് അങ്ങനെ കുറേ നൈബറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഒരു പയ്യനാണ്. പക്ഷെ ഇവൾക്കറിയില്ല. ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫിസിക്കലി ഇങ്ങനെ സെക്ഷുവലി അല്ലെങ്കിൽ കിട്ടുവാണെങ്കിലും ആദ്യം ഒരു കൺഫ്യൂഷനാണ്, ഇതെന്താണ്, ഇതിങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ നമുക്ക് മനസ്സിലാവാത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം ഈ കൺഫ്യൂഷൻ്റെ കാലഘട്ടവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവളത് പറയാനും അറിയില്ല. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ്, 5 വയസ്സോ 6 വയസ്സോ അത്രയൊക്കെയുള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ ഈ +2 പരീക്ഷയുടെ ഓട്ടോമാറ്റിക്കലി ആ പ്രഷറും കാര്യങ്ങളും വന്നപ്പോൾ ഇത് രണ്ടും കൂടി അവൾക്ക് കണക്റ്റ് ആവുകയും ചെയ്തു. ഇവൾക്ക് എപ്പോഴും ആ ചിന്തകൾ വരുന്നതുകൊണ്ടാണ് ഇവൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തത്. അപ്പോൾ അത് മാറ്റാണ്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റില്ല. ആ തോട്ട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് വരില്ല. നമുക്ക് ഓർമ്മകളാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇവൾക്ക് ആ തോട്ട്സ്, കാരണം ഇവള് ബയോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് അത് കണക്റ്റ് ആയിട്ട് എന്തോ ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ തൊട്ട് റിപ്പീറ്റഡ് തോട്ട്സ് ആയിരുന്നു. പിന്നെ തെറാപ്പി ചെയ്തിട്ട് എക്സാം എഴുതിയപ്പോൾ ഡോക്ടറാണ് ആള്, പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു ഡോക്ടറാണ്, ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൽ നിന്ന് അപ്പം അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും.